ഇവിടെയൊന്നും വയറില്ല, ഇവിടെയൊന്നും വയറില്ല, വയർ എവിടെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ അത് റെഡ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ കണ്ടിന്യൂ ബീപ്പ് അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ വയറുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ 100% വയറുണ്ട്. ചുമരിൽ ആണി അടിക്കുന്നതിന് മുമ്പ് അതുപോലെ ഡ്രില്ലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആ ചുമരിലൂടെ ഇലക്ട്രിക് വയറുകൾ കടന്നു പോകുന്നുണ്ടോ എന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്തുള്ള മാഗ്നറ്റോമീറ്റർ സെൻസറാണ് ഇതിനായിട്ട് സഹായിക്കുന്നത്. ചുമരിലൂടെ എവിടെയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ വളരെ വൃത്തിയായി ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ 100% പ്രവർത്തിക്കുമെങ്കിലും ചുമരിലെ വയറുകൾ കണ്ടെത്താൻ വയർ ഡിറ്റക്ടർ വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാൻ മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണിലും ഈ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിനകത്തുള്ള മാഗ്നറ്റോമീറ്റർ സെൻസർ പവർ കുറവാണ്, അതുപോലെ തന്നെ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കട്ടിയുള്ള ചുമരാണ്, വളരെ അകത്താണ് വയറിങ് ഉള്ളത്, അങ്ങനെയുള്ള സാഹചര്യത്തിലും കണ്ടെത്താൻ സാധിക്കില്ല. അല്ലാത്ത സാധാരണ ചുമരുകളിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കിത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് മുകളിൽ ക്യാപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ ഉണ്ടാകും. യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകളും ട്യൂട്ടോറിയലൊക്കെ ഇത് ഇങ്ങനെ കാണിച്ചു തരും. എല്ലാം കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ പ്രധാനമായിട്ട് 3 ഓപ്ഷനാണ് ഉണ്ടാവുക. ഇതിന് താഴെയുള്ളത് അളവെടുക്കാനും ലെവൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതല്ല, നമുക്ക് മുകളിലെ ഈ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബാക്ക് കവർ ഒഴിവാക്കാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇതൊക്കെ ആദ്യം മാത്രമേ വരുള്ളൂ കേട്ടോ. ബാക്ക് കവർ നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കണം. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. പിന്നീട് വരുന്നതും ട്യൂട്ടോറിയലാണ്. എങ്ങനെയാണ് ചുമരിൽ സെർച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് 4 സെക്കൻഡെങ്കിലും ചുമരിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കവിടെ വയറുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത് സംസാരിക്കുന്നത്. എല്ലാ ഓപ്ഷനും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. പിന്നീട് എല്ലാ തവണയും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ പേജാണ് ഓപ്പൺ ആവുക. ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ശബ്ദവും വൈബ്രേഷനൊക്കെ വേണമെങ്കിൽ, അതായത് സ്കാൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കണ്ടെത്തണമെങ്കിൽ ശബ്ദവും വൈബ്രേഷനൊക്കെ വേണ്ടേ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആവശ്യാനുസരണം ഓൺ ചെയ്യാവുന്നതാണ്. ശബ്ദം ഓൺ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, കാരണം നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നിങ്ങളിവിടെ മുകളിലുള്ള സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രവർത്തിച്ചു തുടങ്ങും. ശേഷം ചുമര് സ്കാൻ ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം ബ്ലൂ നിറത്തിലായിരിക്കും കാണിക്കുക. നമ്മൾ വയറോട് അടുക്കുമ്പോൾ റെഡ് നിറമാകും. ബ്ലൂ നിറത്തിലുള്ളിടത്തൊക്കെ ധൈര്യസമേതം നമുക്ക് ഹോൾ എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ സൗണ്ട് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുത്താൽ എന്തായാലും ഇതിൽ നിന്ന് ബീപ്പ് ശബ്ദം കേൾക്കും. ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊന്നും വയറില്ല എങ്കിലും ബീപ്പ് ശബ്ദം കേൾക്കും. ഇത് ബ്ലൂ നിറത്തിലാണുള്ളത്. ഇനി നമ്മൾ വയറോട് അടുക്കുമ്പോൾ ഇത് യെല്ലോ നിറമാകും. ഇവിടെയൊന്നും വയറില്ല, ഇവിടെയൊന്നും വയറില്ല, വയർ എവിടെയാണ് വരുന്നത് വെച്ചാൽ ഇവിടെ അത് റെഡ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ കണ്ടിന്യൂ ബീപ്പ് അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ വയറുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ 100% വയറുണ്ട്. ഇനി ഈ വയർ മുകളിലെ ബൾബിലേക്കാണ് പോകുന്നത്. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വയർ പോകുന്നത്. ഇതുപോലെ മുകളിലേക്കാണ് വയർ പോകുന്നത്. ഇവിടെയൊന്നും വയറില്ല, ഇവിടെയൊന്നും വയർ അവൈലബിൾ അല്ല. ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് ചുമരിലെ വയർ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. മാഗ്നറ്റോമീറ്റർ സെൻസർ കംപ്ലൈൻ്റ് ഉള്ള ഫോണുകളിൽ ഇത് കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെ ആദ്യം കറണ്ട് പാസ് ചെയ്യുന്ന ഒരു വയറിലൂടെ ഇതൊന്ന് പരിശോധിച്ച് നോക്കുക, കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. എന്നിട്ട് മാത്രമേ ഇതിനെ വിശ്വസിക്കാൻ പാടുള്ളൂ. ഓരോ തവണയും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ റീഫ്രഷ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് 0 ആക്കിയതിന് ശേഷം മാത്രം വീണ്ടും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സെൻസറിന് പവർ കുറഞ്ഞ ഫോണാണെങ്കിൽ ആദ്യം ഒരു തവണ മാത്രമേ നമുക്ക് സ്കാൻ ചെയ്ത് വയർ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ എല്ലായിടത്തും വയറുണ്ടെന്ന് കാണിക്കും. അങ്ങനെയുള്ള ഫോണുകളുണ്ട്. അതുകൊണ്ട് ആദ്യം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പരിശോധിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.